ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചുള്ളൊരു വെറൈറ്റി ഫ്രഷ് ലെറ്റസ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മിക്സിലേക്ക് നമുക്ക് സ്ട്രോബെറിന്റെ എസൻസ് ചേർത്ത് കൊടുക്കുക. ഒരു 2 തുള്ളി മാത്രം മതി. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം നമുക്ക് വേറെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം നല്ലോണം ബീറ്റ് ചെയ്ത് നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, സ്പൂൺ നിറങ്ങി വരാത്ത ഒരു പരുവം വേണം. നല്ല സ്റ്റിഫായിട്ട് വരണം. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ആവശ്യമുണ്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ അറ്റങ്ങളിലൊന്ന് കട്ട് ചെയ്യാം. ഇതുപോലെ നമുക്ക് ഇതിൻ്റെ അറ്റങ്ങളെല്ലാം കട്ട് ചെയ്ത് ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അറ്റങ്ങളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇനി നമുക്കിത് ഒരു പുഡിംഗ് ട്രേയിൽ വെച്ചിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ 2 ലെയർ ആക്കിയിട്ടാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ വെച്ച് കൊടുക്കാം. നമുക്കിതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് സ്പൂണിനെ കൊണ്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലായിടയ്ക്കും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അന്നേരം ആ ബ്രെഡെല്ലാം ഒന്നട ഇതായിട്ട് നിൽക്കും, സ്റ്റക്കായിട്ട്. നമുക്കിതിന് മുകളിലേക്ക് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കാം. നമുക്കിതുപോലെ അടുത്ത ലെയറും കൂടി ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലെയറും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് മുകളിൽ നേരത്തെ ആക്കി മിക്സ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം തടയി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിപ്പിംഗ് ക്രീമിൽ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് പിസ്ത ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം, കുറച്ച് ഗാർണിഷിന് വേണ്ടിയിട്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി ട്രസ്ലെറ്റസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, താങ്ക് യു. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം.